ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ബൊഗൻവിലാസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് താങ്ലോങ് റെഡിൻ്റെ പൂക്കളാണേ. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച 150 രൂപയ്ക്ക് ഒരു 14 കളേഴ്സ് ചെറിയ സൈസിലുള്ള ചെടികൾ സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് കൂടി നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കയ്യോടെ നിങ്ങൾ വിളിക്കരുത്, മെസ്സേജ് ഇട്ട് വെച്ചോളൂ. ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആണേ. നമ്മൾ പ്ലാന്റ്സ് ഒന്ന് ഞാനൊരു കുറച്ച് കണ്ടീഷൻ മോശമായിട്ടുള്ള രീതിയിൽ ഇലയൊന്നും ഇല്ലാതെ ചില പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ളതിനകത്ത് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് നമ്മളെല്ലാവരിലേക്കും എത്തിച്ചത്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കവർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഇതിനകത്ത് വരുന്ന മണ്ണ് കണ്ടില്ലേ, ആ മണ്ണാണ് കേട്ടോ നമ്മുടെ ബൊഗൈൻവില്ലയ്ക്ക് റൂട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല മണ്ണ്. അത് നമ്മൾ നനച്ച് ഇത്തിരി റൂട്ടിങ് ഹോർമോണും കൂടി ചേർത്ത് ഒരു ഉരുള പോലെ ആക്കിയിട്ട് കമ്പിൽ സെറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് റൂട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ കുറേ പ്ലാന്റ്സ് ഞാൻ ഫസ്റ്റ് വന്ന കുറച്ച് ഓർഡറുകൾ ഇതേപോലെ ഡയറക്റ്റ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഒരു മനസ്സുകൊണ്ട് നമുക്കൊരു കാര്യം തോന്നി, ഇനി അടിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുമെന്ന് കരുതിയിട്ട് നമ്മൾ ആ മണ്ണിൽ നിന്നും കുറച്ച് കളഞ്ഞെടുത്തിട്ട് എന്നാൽ അതിൻ്റെ കവറിൻ്റെ മേലെ മാർക്കർ വെച്ചിട്ട് നമ്മൾ ഓരോ ഐഡിയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ള ഒരു വലിയ ചട്ടി എടുക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ യാതൊരു കാരണവശാലും ബ്ലാക്ക് കവറിനകത്ത് വെക്കരുത്. അതിനകത്ത് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകിപ്പോവും. നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഇതൊരു 8 ഇഞ്ച് വരുന്ന പോട്ടാണ് കേട്ടോ. അപ്പം ഞാനൊരു 3 രീതിയിലാണ് ഇത് കാണിച്ചു തരുന്നത്. ഒരെണ്ണം നമ്മൾ ജസ്റ്റ് കവറും കൂടി കീറി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബാർ സോപ്പ് പോലെയാണ് കേട്ടോ കാണാൻ പറ്റുക. എന്നിട്ട് അത് അതിനകത്തേക്ക് വെച്ചിട്ട് അത്യാവശ്യം നല്ല വേരുകളെല്ലാം വന്ന ചെടിയാണേ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ ഒരു മണ്ണ് കവർ ചെയ്യുന്ന രീതിക്ക് നമ്മൾ നാടൻ മണ്ണിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് കവർ കീറി വെക്കുന്ന പ്ലാന്റ്സ് ആണ്. എന്നിരുന്നാൽ പോലും ഞാൻ ഇതിനകത്ത് യാതൊരു പോട്ട് മിക്സും ചേർക്കുന്നില്ല. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. 1-2 ദിവസം ബോക്സിനകത്ത് ഇരുന്ന് വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ യാതൊരു പോട്ടി മിക്സും ചേർക്കാതെ വെറുതെ മണ്ണിൽ ഇങ്ങനെ നട്ടു കൊടുക്കാം. അപ്പോൾ ഒരു ടൈപ്പ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് രണ്ടാമത്തെ രീതിയാണ് കേട്ടോ. അതും ഇതേപോലെ അത്യാവശ്യം വലിയൊരു ചട്ടി തന്നെയാണ്. ഇതെല്ലാം 8 ഇഞ്ച് വരുന്ന പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ചട്ടിയിൽ വെക്കുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റീപ്പോർട്ട് ചെയ്യണ്ട എന്നതുകൊണ്ടാണേ. അപ്പോൾ അതുപോലെ ചട്ടി എടുത്ത് വീണ്ടും നമ്മൾ കുറച്ച് മണ്ണിട്ടു. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിലെ ഒരു പ്ലാന്റ് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ആ ഒരു പ്ലാന്റ് നമ്മൾ കീറിയെടുക്കുമ്പോൾ ഇത് കണ്ട ഇതേ രീതിയിൽ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മണ്ണ് അങ്ങോട്ട് കളയാണ്. അതിൻ്റെ അടിഭാഗത്തൊക്കെ അത്യാവശ്യം വേര് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പ്ലാന്റ്സ് ഞാൻ ഇതേ രീതിയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ, ഡാമേജ് വരണ്ട എന്ന് കരുതിയിട്ട്. എന്നിട്ട് അതിനെ നമ്മളിതുപോലെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചട്ടിയിൽ വെച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് മാത്രം ഇട്ട് കൊടുത്തു. ഇത് 8 ഇഞ്ച് പോട്ടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫുള്ളും ഞാൻ മണ്ണ് നിറയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി നമ്മൾ പറയാം. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ രണ്ടാമത്തെ രീതി കഴിഞ്ഞു. ഇനി നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, യാദൃശ്ചികമായിട്ട് ചിലപ്പോൾ നമുക്ക് ബോക്സെല്ലാം ഡിഡീസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഈ മണ്ണ് ഇളകി പോകാം. അതായത് നമ്മൾ ഔട്ട് സൈഡ് കേരളയ്ക്ക് മെയിനായിട്ട് അയക്കുമ്പോൾ, പക്ഷേ ആരും അങ്ങനെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇളകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കളിമണ്ണ് തന്നെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതേപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ കമ്പ് ഇളകി പോവാത്ത രീതിയിൽ നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് പിടിച്ചോളും, എങ്ങോട്ടും ഇളകി പോവില്ല കേട്ടോ. എന്നിട്ട് അതിനെ നമ്മളിതുപോലെ ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുകയാണേ. മണ്ണൊക്കെ ഇട്ട് നമ്മൾ സാധാ 2 തവണ വെച്ച പോലെ തന്നെ ഇതും വയ്ക്കാം. യാതൊരു ഡാമേജും വരില്ല കേട്ടോ നിങ്ങൾക്ക്. അത് നമ്മൾ അത്രയും ഉറപ്പ് പറയുകയാണ്. ഇതേ രീതിയിൽ നമ്മളെ കയ്യിൽ എല്ലാ വെറൈറ്റീസിനും ഞാൻ ഓരോ പ്ലാന്റ് എൻ്റെ കയ്യിൽ വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് നേരം വെളുക്കുക, പാക്കിങ്ങിന് ഇരിക്കുക, വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ DTDC പോവുക, അയക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരോട് പ്രത്യേകം പറയട്ടെ, സെയിൽ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പകൽ വിളിക്കാതിരിക്കുക. അതുപോലെ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാലും കുറേ പേര് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് അഡ്രസ്സ് നോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇനി ഇതാ ഈ ഒരു രീതിയിലും കൂടി നമ്മൾ വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ് നമ്മൾ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് താഴെ കണ്ടില്ലേ നല്ല രീതിയിൽ വേര് വന്നിട്ടുള്ള പ്ലാന്റ്സാണ്. താഴെ നിന്ന് നമ്മൾ കുറച്ച് മണ്ണ് കളഞ്ഞു. നമുക്ക് വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇതിനകത്ത് ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളത് ചട്ടിയിൽ വെച്ചിട്ട് മണ്ണിട്ടിട്ട് വെക്കുകയാണ്. നമ്മൾ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് കേട്ടോ എല്ലാവർക്കും വാട്സപ്പിനകത്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പകൽ നമുക്ക് ഫോൺ എടുക്കാനുള്ളൊരു സൗകര്യമില്ല, പാക്കിങ്ങിലായിരിക്കും. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് നമുക്ക് അടുത്ത ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, വ്യാഴാഴ്ച വരെ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓരോ പ്ലാന്റ്സിൻ്റെയും വരുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാവർക്കും കൊടുത്തു. ബാക്കി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സാണ് ഞാനിവിടെ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മളിതെല്ലാം തണലത്താണ് വെക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കൊടുത്ത് ഇനി നമ്മളിവിടെ മാറ്റി വയ്ക്കുകയാണ്. ദിവസം നമ്മൾ ഓരോ വട്ടം നനച്ചു കൊടുക്കണം. കണ്ടില്ല, ഇതിനകത്ത് 8 ഇഞ്ച് പോട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ബാക്കി കിടക്കുന്നുണ്ട്. നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ കയ്യിൽ എന്താണോ വളമായിട്ടുള്ളത്, അത് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ DAP അങ്ങനെ എന്താണെങ്കിലും അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ കുറച്ചുകൂടി മണ്ണ് വരും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും കുറച്ച് മണ്ണ് രീതിയിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. കഴിവതും നമ്മൾ കുറച്ച് വളം കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ ചെടി പതിയെ പതിയെ വലുതാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ചുവട്ടിൽ ചട്ടി നിറച്ച് മണ്ണായി വരും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഇവിടെ സെറ്റായിട്ട് ഇരിക്കട്ടെ. നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഭാരത് ബന്ദ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പ്ലാന്റ്സ് ഒരുപാട് അയക്കാറില്ല ആദ്യ ദിവസം. പിന്നെ ബോഗൻവില്ലയ്ക്ക് പ്രത്യേകിച്ച് കേടുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഓർഡർ നമ്മൾ തിങ്കളാഴ്ച മുതലാണ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓരോ പ്ലാന്റ്സിൻ്റെയും ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടില്ലേ, ഇതിനും എത്രമാത്രം ഇലയുണ്ട്, തളിരുകൾ വന്നു തുടങ്ങുന്ന പ്ലാന്റ്സാണ്. ഇനി നമ്മളുടെ പ്ലാന്റ്സ് കിട്ടിയവരുടെ എല്ലാവരുടെയും ഇല്ല, ജസ്റ്റ് 1-2 കാര്യങ്ങൾ മാത്രമേ നമ്മളോട് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കാൻ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം യാതൊരു കാരണവശാലും ഫോണിൽ ഇങ്ങനെ വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. അത് പകൽ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കിംഗ് ആണ്. രാവിലെ ഒരു 8 മണിക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 4:30-5 മണിയോളം വരെ ഇരുന്ന് പാക്ക് ചെയ്തിട്ട് മാക്സിമം അതായത് 50-60 ബോക്സുകളാണ് കേട്ടോ നമ്മൾ ഡെയിലി അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് DTDCയിൽ ആ സമയമാകുമ്പോഴത്തേക്ക് എത്തണം. അവർക്കത് ഓൺലൈൻ ആക്കിയിട്ട് സെറ്റ് ചെയ്യണം ഓരോ ബോക്സുകളും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് പേരൊന്നും ഇവിടെ ജോലിക്കായിട്ടില്ല പാക്ക് ചെയ്യാൻ. പാക്കിങ്ങിന് മറ്റൊരാളെ നിർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ തന്നെ എത്രയൊക്കെ സൂക്ഷിച്ചും എത്രയൊക്കെ കണ്ടും അറിഞ്ഞും പാക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലർക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസായിട്ട് എത്താറുണ്ട്. അപ്പോൾ ഫുള്ള് നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് കേട്ടോ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാത്തത്. നമ്മൾ പലരും നേരം വെളുത്ത് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. പൈസയൊക്കെ ഇട്ട് തന്നവർ 4-5 തവണ വിളിക്കും. ഞാനിവിടെ നമുക്ക് ഫ്രീ ആവാനായിട്ട് 6 മണിക്ക് ശേഷം, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഞാൻ വാട്സപ്പ് എടുക്കും. 6-7 മണിക്ക് ശേഷം. എന്നിട്ടും എല്ലാവരെയും തിരിച്ച് മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആരും പേടിക്കണ്ട. പിന്നെ നിങ്ങൾ ഈ പകൽ സമയത്തൊക്കെ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് തുറന്ന് നോക്കിയെങ്കിലും പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഈ വാട്സപ്പിനകത്ത് നമ്മൾ മെസ്സേജ് നോക്കാതെയൊക്കെ എടുക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്കത് കറക്റ്റ് ബുക്ക് എടുത്ത് ഓരോരുത്തരുടെ കാര്യങ്ങളും എഴുതി വെക്കാനായിട്ട് കഴിയും കേട്ടോ. പിന്നെ നമ്മുടെ സെയിൽ വീഡിയോ വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഓരോ പെട്ടിയും കാണിക്കുമ്പോൾ ഓരോ വെറൈറ്റീസിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് കണ്ടു വെച്ചാൽ 100 രൂപയ്ക്കാണോ എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനാണെങ്കിൽ 100 എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോഴാണ് എൻ്റെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞത് ആ ഒരു ബോക്സിൻ്റെ ടാഗിൻ്റെ മേലെ 100 എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും 100 എന്ന് പറയുന്നതെന്ന്. അപ്പോൾ അത് 100 എന്നല്ല, നമ്മുടെ ഒരു ബോക്സിനകത്ത് 100 പ്ലാന്റ്സാണ് വരിക. അത്രയും പ്ലാന്റ്സിൻ്റെ എണ്ണാണ് കേട്ടോ. നമുക്ക് 50-20 അങ്ങനെയായിട്ട് കിട്ടില്ല. നമ്മൾ ഒരു വെറൈറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അത് 100 പീസ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് അവരവിടെ 100 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരൊറ്റ വീഡിയോ മാത്രമാണ് എഡിറ്റ് ചെയ്തെടുക്കുന്നത്. അതുതന്നെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും കണ്ടിട്ട് വാട്സപ്പ് വഴി പരമാവധി എല്ലാവരും എൻക്വയറീസ് വരണം. മെസ്സഞ്ചറിൽ നമുക്ക് വന്നാലും അത് ചിലപ്പോൾ ഞാൻ നോക്കിക്കൊള്ളണമെന്നില്ല. നമുക്ക് വാട്സപ്പാണ് സൗകര്യം കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകളും യൂട്യൂബിൽ കാണുന്ന ആളുകളും കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസം ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് ആ ഒരു പോക്ക് പോയതാണല്ലോ എന്ന്. എന്താ ചെയ്യുക, നമുക്ക് അത്രയും തിരക്കായിരുന്നു.
നമ്മൾ കഴിഞ്ഞ തവണയും കുറച്ച് നല്ല പ്ലാന്റ്സ്, ഫ്ലവറുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഫ്ലവറായി വന്നപ്പോൾ നമ്മൾ സെയിലിനിട്ട്, അപ്പോൾ കുറേ പേര് പറഞ്ഞു നിങ്ങൾ ചെറിയ രീതിയിലുള്ള പ്ലാന്റ്സ് കൊണ്ടുവരാമോ, കുറേ പേര് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ കറക്റ്റ് പ്ലാന്റ്സ് എടുത്ത വഴിക്ക് തന്നെ സെയിലിനായിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള പ്ലാന്റ്സ് ആണ് പലരും എടുത്തിട്ട് റീപോർട്ട് ചെയ്തെടുത്തിട്ട് പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ വലിയ പ്ലാന്റ്സ് ആയിട്ട് അത്യാവശ്യം നല്ല റേറ്റിൽ സെയിൽ ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാ പ്ലാന്റ്സും നമുക്ക് ഒരേ സൈസിൽ തരാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് വരുന്നതും അങ്ങനെയാണ്, ചില പ്ലാന്റ്സ് ചെറുത് വരും, ചില പ്ലാന്റ്സ് വലുത് വരും. അപ്പോൾ ഉള്ളതിനകത്ത് ഏറ്റവും ബെറ്ററായ പ്ലാന്റ്സ് ആണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ആഴ്ച നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി വേറെ കുറച്ച് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതും ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെ തരാം കേട്ടോ. ഇത് ഓരോ വെറൈറ്റീസിൻ്റെയും ഫോട്ടോയും അതിൻ്റെ പ്ലാന്റ് സൈസും ആണ് കേട്ടോ. സൈസിനകത്ത് ചിലപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നതിലും ഒരു പൊടി അങ്ങടോ ഇങ്ങടോ ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. നമുക്ക് കാണിക്കുന്ന കറക്റ്റ് സൈസ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് 150 രൂപയാണ് കേട്ടോ. അതായത് ഫ്ലാറ്റ് റേറ്റിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ്, ചെറിയ പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ 150 രൂപയായിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വെക്കാം. ഇതിനകത്ത് 2-3 വെറൈറ്റീസിൽ നമുക്ക് പൂക്കളുണ്ടായിരുന്നു നമ്മുടെ കയ്യിലെത്തുമ്പോൾ. അതിനകത്ത് ചിലവർക്ക് നമുക്ക് പൂക്കളോട് കൂടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, മറ്റു ചിലർക്ക് പൂക്കളില്ലാതെയും ID മെൻഷൻ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഒരു വെറൈറ്റീസ് തീരും. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് അടുത്ത ആഴ്ചത്തേക്ക് വേറെ കുറച്ച് പ്ലാന്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഇനി വലിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് ഇതേ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ്, ഒരുപാട് വലുതൊന്നുമല്ല എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ ചെറിയ പ്ലാന്റ്സ് ചോദിക്കുന്നവർ അടുത്തത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കാറ്റലോഗ് കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മളിവിടെ ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മഹാറയുടെ ഒരു 3 വെറൈറ്റീസ്, ഒരു ബ്രൗൺ യെല്ലോ പോലത്തെ ഒരു വെറൈറ്റി, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഈ കാണുന്ന രീതിയിൽ. ഇത് നമ്മുടെ റോസ് വെറൈറ്റീസിൽ ഓർക്കിഡ് റോസൊക്കെ പോലെ വരും കേട്ടോ. അത്രയും നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നാടൻ വെറൈറ്റീസ് ആണെങ്കിലും നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ ചെറിയ രീതിയിൽ തന്നെ നല്ല ബുഷിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തരുന്ന കുറേ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ചോക്കോ ബ്രൗൺ ഒക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ സ്പ്ലാഷിനകത്ത് വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ചെറിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം. നമ്മുടെ ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്, 13 മിനിറ്റിലധികം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അത്രയും ആയിപ്പോയതാണ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ദയവായിട്ട് നമ്മളെ വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും നമ്മൾ 2-3 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ, ഒരു 6 മണി 7 മണിക്ക് ശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മെസ്സേജുകൾക്കുള്ള റിപ്ലൈ തരാം, ബുക്കിംഗ് എടുക്കാം. വരുന്ന ദിവസങ്ങളായിട്ട് നമ്മൾ അയച്ചു തരും. പിന്നെ നിങ്ങൾ അയച്ചോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുതേ. നമ്മൾ ഓരോ ദിവസം അയക്കുന്നവരുടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് ഒരു ട്രാക്ക് ID സഹിതം ഷെയർ ചെയ്യും കേട്ടോ. ആ ഒരു ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും പ്ലാൻസ് അയക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞു, പ്ലാൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.